അള്ളാഹു ആകാശത്താണ്. ഉമർ മൗലവി ഫാത്തിഹയുടെ തീരത്ത് എന്ന പുസ്തകത്തിൽ പറയുന്നു, പേജ് 126. അള്ളാഹു അർശിന്മേൽ ആരോഹിതനാണ് എന്ന് വിശ്വസിക്കാത്തവൻ കാഫിറാണ്, അവന്റെ പിരടി വെട്ടണം. അള്ളാഹു 7-ാം ആകാശത്തിന് മുകളിലാണ്. അൽമനാർ മാസിക 2009 ജൂണ്, പേജ് 56. അള്ളാഹുവിന്റെ വലത് കൈയിലാണ് ആകാശം. അള്ളാഹുവിന് യോജിച്ച ശരീരവും അവയവവും ഉണ്ടെന്ന് വിശ്വസിക്കുന്നവനാണ് സലഫികൾ. മുസ്ലിം ചിന്താ പ്രസ്ഥാനങ്ങൾ, യുവത, പേജ് 95. ചുരുക്കി പറഞ്ഞ അവരെ വിശ്വാസത്തില് അള്ളാഹ്ക്ക് കയ്യുണ്ട്, കാലുണ്ട്, നമ്മളെ പോലത്തെ ഒരു മനുഷ്യനാണ് ആര്? അള്ളാഹു. ഇത് പറയുമ്പോ ചില സലഫികൾ പറയും ഇതുവരെ പഴയ വിശ്വാസമല്ലേന്ന്. എന്റെ പൊന്നാര ചങ്ങാതിമാരെ, ഇസ്ലാമില് പഴയത് പുതിയത് എന്നൊരു വിശ്വാസമേ ഇല്ല. ഇനി അതൊക്കെ പോട്ടെ, ഇനി പുതിയ സിസ്റ്റത്തിൽ ഓരോ വിശ്വാസം എന്താ? ജീവിച്ചിരിക്കണ കാലത്ത് എല്ലാ കഴിവും കൊടുക്കുന്ന അള്ളാഹു, മരിച്ചു കഴിഞ്ഞാൽ ഒരു കഴിവും കൊടുക്കാത്ത അള്ളാഹു. അപ്പൊ അള്ളാഹ്ക്ക് ഡ്യൂട്ടി 50-50. ഇതാണ് അവരുടെ പുതിയ വിശ്വാസം. ഇനി നിങ്ങൾ പറ, ഈ കുടുംബത്തിലേക്ക് എങ്ങനെ നമ്മൾ ആളെ കെട്ടിച്ചു കൊടുക്കും? ഈ കുടുംബങ്ങളിലേക്ക് എങ്ങനെ നമ്മൾ ബന്ധം പുലർത്തും? ഇതാണ് വഹാബികളുടെ അസ്ലിയായ വിശ്വാസം. ഇതിനെക്കുറിച്ചൊക്കെ ഷാഫി ഇമാം പറയുന്നത്, അള്ളാഹു അർശിന്മേൽ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുകയോ പറയുകയോ ചെയ്താൽ അവൻ കാഫിറാണ്. ഷാഫി ഇമാം, ഹംബലി ഇമാം, മാലിക്കി ഇമാം, ഹനഫി ഇമാം, ഈ 4 ഇമാമിങ്ങളും അള്ളാഹ്ക്ക് ജിസ്മുണ്ട് അല്ലെങ്കിൽ ഭാഗമുണ്ട് എന്ന്, ജിഹത്തുണ്ട് എന്ന് പറയുന്ന ആള് കാഫിറാണ് എന്ന് വ്യക്തമാക്കി പറഞ്ഞ ആൾക്കാരാണ്. ഇനി മുത്തുനബിനെ കുറിച്ച് അവരുടെ വിശ്വാസം എന്താണെന്ന് അറിയണ്ടേ? ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ മുത്തുനബിനെ കുറിച്ച് അവരുടെ വിശ്വാസം എന്തെന്ന് പച്ചയായി പറയുന്നതായിരിക്കും.